നീ എന്തിത്ര ആലോചിക്കണത്? എന്റെ പൊന്നച്ചാ, ഈ പ്രായത്തിലൊരു പ്രേമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ അതൊരു ഒളിഞ്ഞ ഏർപ്പാടല്ലേ? എടാ മോനെ, നിന്റെ എന്തൊക്കെ തോന്നിയ അച്ഛൻ കൂട്ടി നിന്നിട്ടുണ്ട്. സ്മരണ വേണം, സ്മരണ. അതുപോലെയാണിത്. എന്നെ സ്വന്തം അമ്മേനെ ചതിക്കണ പോലെ അല്ലേ? അയ്യോ, അമ്മനെ ചതിക്കണം. എടാ സ്വന്തം തള്ള അലമാരിക്ക് അത് കാശെടുക്കുമ്പോ ഇല്ലാത്ത, അവിടെ വളം കൊണ്ടേ പണയം വെക്കുമ്പോ ഇല്ലാത്ത, എന്ത് സങ്കടം നിനക്ക് ഈ കാര്യത്തിലുള്ളത്? അച്ഛനൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതങ്ങനെ അമ്മ പറഞ്ഞാണല്ലോ, എന്നെ കൊല്ലും, നിങ്ങളെയും കൊല്ലും. അമ്മ അറിയരുത്. അതിനാണ് നിന്നെ ഞാൻ ബ്രോക്കറാക്കി വെച്ചേക്കണത്. ബ്രോക്കർ? ആ, അച്ഛൻ്റെ ഈ വള്ളിക്കെട്ട് കേസിനെ നീ അല്ലാണ്ട് ചൂട്ടുപിടിക്കാൻ വേറെ ആരും അച്ഛന് വിശ്വാസമില്ല. അതുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞത് കേട്ടാ. അതെ, മോൻ അച്ഛൻ്റെ ഒപ്പം നിൽക്കൂലേ? നിക്കന്നല്ലേ? അതേ, മറ്റേ ആ തള്ള അല്ല, മറ്റേ ആ പെണ്ണിന്റെ ഫോട്ടോ ഉണ്ടോ കയ്യില്? യു മീൻ മോന്റെ ചിറ്റമ്മ? എടാ, ഈ കാലത്ത് ആരെങ്കിലും കയ്യിൽ ഫോട്ടോ ഒക്കെ നടക്കും? നീയൊക്കെ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്? മോന്റെ ചിറ്റമ്മയായിട്ട് അച്ഛൻ വീഡിയോ കോളിലാണ് സംസാരിക്കാറുള്ളത്. ഒരു കാര്യം ചെയ്യ്, അച്ഛൻ ഇപ്പൊ തന്നെ വീഡിയോ കോളിൽ വിളിച്ച് മോന്റെ സ്റ്റെപ്പ് മമ്മിനെ കാണിച്ചു തരാം. ഓക്കെ? ഹായ് ബേബി, ഹൗ ആർ യു? ഇതാണ് എന്റെ ഒരേ ഒരു ബ്രോ. ബ്രോയോ? പിന്നെ ഇനി മുതൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഇവനായിരിക്കും, ദാസപ്പൻ. ദാസപ്പൻ? എന്റെ പേര് ദാസപ്പൻ ഒന്നുമല്ലല്ലോ. എടാ, സ്വന്തം തന്തട കാമുകിനെ വളച്ചെടുത്തുള്ള ചീത്തപ്പേര് നിനക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി തുടക്കത്തിൽ ഞാനൊരു മുല്ലപ്പെരിയാർ കെട്ടിയതാണ്. എന്റെ പൊന്നച്ചാ, നല്ല ആറ്റായിട്ടാണല്ലോ. ഇതിനെങ്ങനെ ഒപ്പിച്ച്? എടാ, നീ ആദ്യം സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കും, അവരാദരിക്കാൻ പഠിക്കും. അപ്പൊ മോന് കിട്ടും ഇതുപോലെ ചെത്ത് പെമ്പിള്ളരാ. ഇതാണ് നിങ്ങളുടെ ആദരണം. അതെ, ഡേറ്റിങ്ങിനെ മറക്കരുത്. കാണാം. ഓക്കെ, ബൈ. എന്ത് പാവമുള്ള എന്റെ ബേബി. പിന്നെ അല്ല, നിങ്ങളെങ്ങനെ പരിചയപ്പെട്ടെന്ന് പറഞ്ഞേ? അത് വലിയൊരു കഥയടാ. ഓ, ഒരു ദിവസം അച്ഛന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. എന്നിട്ട് സംഭവം ഹിന്ദിയിലായിരുന്നു. അച്ഛനൊന്നും നോക്കില്ല, അതിനങ്ങോട്ട് റിപ്ലൈ കൊടുത്തു. എന്റെ പൊന്നോ, പിറ്റേ ദിവസം മുതലുണ്ടല്ല ഈ ബേബി വീഡിയോ കോളോട് വീഡിയോ കോളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അച്ഛനൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങി അപ്പൊ വീഡിയോ കോൾ വരും, ചായക്കടയിൽ പോയി വീഡിയോ കോൾ വരും, റേഷൻ കടയിൽ വീഡിയോ കോൾ വരും. എന്തിനേറെ പറയണം, എടാ ഞാൻ കുളിക്കാൻ ബാത്റൂമിൽ കയറിയ അവിടെയും വീഡിയോ കോൾ വരും. പക്ഷെ ബേബി ഒന്നും മിണ്ടൂല. അച്ഛൻ ഇങ്ങനെ കുറെ നേരം വീഡിയോ കോൾ ഉണ്ടോ അവിടെ ഇങ്ങനെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് അങ്ങനെ നിൽക്കും. പാവമുള്ള എന്റെ ബേബി. പിന്നെ ബോംബെ? അതെ, വീഡിയോ കോൾ ചെയ്യുന്നു. അതെ, ഹിന്ദിക്കാരി, പക്ഷെ ഒന്നും മിണ്ടുന്നില്ല. കറക്റ്റല്ലേ? അതെ. ഓക്കെ, ബോംബെ വീഡിയോ കോൾ. മോനെ, നീ എന്താണ് ഈ ഫോണിൽ നോക്കണത്? കിട്ടി? കിട്ടിയ? അച്ഛാ, അച്ഛൻ്റെ ഒരു തൊണ്ടിറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ കൊടുക്കലടുത്ത് പറമ്പില്ലേ, അന്ന് വെക്കാം വെച്ചേക്ക്. ചിലപ്പോൾ 2 ദിവസം ഓഫറും വരും. ഓട്ടെ. എടാ, അമ്മനോട് പറയല്ലേട്ടാ. ആവശ്യം വരില്ലേ, അറിഞ്ഞോളും.